മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തുമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PSC വഴിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്തുകയുള്ളൂവെന്നും ദിവസവേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സുതാര്യത ഉറപ്പുവരുത്തിയായിരിക്കും എല്ലാ നിയമനങ്ങളും നടത്തുന്നത്. സംസ്ഥാനത്തൊട്ടാകെ സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500-ലധികം തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾക്കൊപ്പമുള്ള സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിലും കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. പാലിയേറ്റീവ് കെയറിനായി പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ മെഡിക്കൽ കോളേജുകളെയും സർക്കാർ ആശുപത്രികളെയും സ്വകാര്യ മേഖലയോടൊപ്പം എത്തിക്കുക എന്നുള്ളതാണ്. അതിനെ മറികടക്കുന്നത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നമുക്ക് പരാധീനതകളും പരിമിതികളും. അതുകൊണ്ട് സ്വകാര്യ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളോ പോലെ അത്ര എളുപ്പം ഓടിയെത്താൻ കഴിയുന്നൊരു സാഹചര്യമല്ല നമുക്ക്. അതായത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ മെഡിക്കൽ കോളേജുകളെ നമുക്കൊരു റെഫറൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഏതായാലും മറ്റ് വിഷയങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ഞാൻ തിരിച്ചെത്തിയതിന് ശേഷം കൂടുതൽ ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടാക്കും എന്ന് മാത്രം. നമുക്ക് ഈ നല്ല ഒരു മെഡിക്കൽ കോളേജായിട്ട് ഇതിനെ കൊണ്ടുപോകണം. രോഗികൾക്ക് ആശ്വാസപ്രദമായിട്ടുള്ളൊരു കേന്ദ്രമാക്കി മാറ്റണം. അതിന് നമുക്ക് ഒരു കുടുംബമായി മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കാർഡിയോളജി ബ്ലോക്കുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നാട്ടകം സുരേഷ് MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MJ സെബാസ്റ്റ്യൻ MLA, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ്, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥൻ, ആരോഗ്യമന്ത്രിയുടെ മുഖ്യ ഉപദേശകൻ ഡോക്ടർ D സുനിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TG ജേക്കബ് തോമസ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് P പുന്നൂസ്, കുട്ടികളുടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു.